അതായത് ഈ വേണ്ട എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷന്, ഇൻഫറൻസ്, പ്രാക്ടിക്കൽ റെലവൻസ് ഈ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം അതെന്താ വേണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഇൻ്റർപ്രിട്ടേഷൻ ആണ് എന്ന് പറയാണ്, ഇത് ഇൻഫറൻസ് ആണെന്ന് പറയണം. അങ്ങനെ പ്രത്യേകം പറയണ്ട, പ്രാക്ടിക്കൽ റെലവൻസ് ആണ് ഇതെന്ന് പറയണം. വായിക്കുന്നവർക്ക് അറിയാം അതൊക്കെ ആണെന്നുള്ളത്, അതുകൊണ്ടാണ് അത് കളയാൻ പറഞ്ഞത്. കൺക്ലൂഡിംഗ് റിമാർക്സ് അങ്ങനെ ബാക്കിയുള്ള സൈഡ് ഹെഡിങ്ങുകളെല്ലാം തന്നെ വേണം കേട്ടോ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കറക്റ്റായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ചില ടേബിളുകൾ തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഭാഗത്തും ഒരിതുണ്ടാവും, അതുപോലെ തന്നെ ഇവിടെയും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ മൊത്തം എടുത്ത് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതൊക്കെ പോയി ഇങ്ങനെ വന്നോളും ഈ സാധനം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ അറിയാലോ ആക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നടുവിലേക്ക് ആക്കുക, ടേബിൾ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് സെല്ലെടുക്കുക, സെൻറ്റർ എടുക്കുക, അപ്പോൾ അടിയിലേക്ക് ഇങ്ങനെ പോകും. ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇത് മുമ്പ് നിങ്ങൾ ചെയ്യാറുള്ള പോസ്റ്റ് ഹോക്ക്, അനോവ അങ്ങനത്തെ ടേബിളുകളാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇവിടെ മൊത്തം കണ്ട ഇത് ഓവറോൾ EST വാല്യൂ കൺസിഡറേഷൻ എന്നുള്ള ഒറ്റ ഹെഡാണിത്. ആ ഹെഡിൻ്റെ അണ്ടറിലാണ് മൊത്തം ഈ അനാലിസിസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇതിങ്ങനെ മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മെർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കറക്റ്റ് നടുവിലേക്ക് വന്ന് നിർത്തണം ഇങ്ങനെ. കാരണം ഇത് മൊത്തത്തിൽ ഒരെണ്ണത്തിൻ്റെ സാധനമാണെന്നുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് ടേബിൾ പ്രോപ്പർട്ടീസ്, സെല്ല്, സെൻറ്റർ എടുക്കുക. അതിന് ശേഷം വീണ്ടും ഡീസെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് പോവുക, എന്നിട്ട് ഇത് നടുവിൽക്കാക്കുക. പിന്നെ ചില കേസുകളിലേ ഇതിപ്പോൾ ഇങ്ങനെ കണ്ട ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഡ് ഇങ്ങനെ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ച് നോക്കുക. എവിടെയെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റുമോ കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതും നന്നായിരിക്കും. ഒരു പൊടിക്ക് ഇതിങ്ങനെ വലിച്ചു നോക്കുക, എങ്ങനെയാണെന്ന് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. പിന്നെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അക്സെപ്റ്റഡ് ഇങ്ങനെ ഒരുമിച്ച് വരണ്ടേ, പക്ഷെ അത് ഒരുമിച്ച് വരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലാണ്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ കേസിൽ മാത്രം അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് ഒരു 11 ആക്കി കഴിഞ്ഞാൽ അത് കറക്റ്റാവും കേട്ടോ. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഇത് വൃത്തിയായി നിൽക്കണം സാധനം കാണുമ്പോൾ, അതാണ് അതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഞാനിപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ.